മാംഗോ കൊണ്ടുണ്ടാക്കുന്നതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് തായ് മാംഗോ സ്മൂതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെയിൻബോ മാംഗോ എന്ന് പറയുന്നൊരു മാംഗോ ആയിട്ട് എടുത്തേക്കുന്നത്. കണ്ടാൽ കിളിച്ചുണ്ടൻ മാമ്പഴം കണക്കുണ്ട്, പക്ഷേ കിളിച്ചുണ്ടൻ മാമ്പഴത്തിനേക്കാളും ഇത് നല്ല വലുപ്പമുണ്ട്, ടേസ്റ്റ് നല്ല വ്യത്യാസമാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്, നമ്മുടെ നാട്ടുമാവിൻ്റെയൊക്കെ ടേസ്റ്റാണ്. നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാങ്ങ കൊണ്ട് 2 പേർക്കുള്ള സ്മൂതിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് മിൽക്കാണ്. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. കോക്കനട്ട് മിൽക്ക് തന്നെ വേണം, വേറെ മിൽക്കൊന്നും ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേൻ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിലേ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല, എനിക്ക് തേനാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേന് തേൻ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്മൂതിയാണിത്. പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുന്നേയൊക്കെ എനിക്ക് മാമ്പഴം അങ്ങനെ കഴിക്കുന്ന ഇഷ്ടം, വേറെ എന്തുണ്ടാക്കിയാലും ഇഷ്ടമല്ല. പക്ഷേ സ്മൂതി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്.